ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും കിഴക്കൻ ഭൂമധ്യരേഖയുടെയും സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം. അടുത്ത 36 മണിക്കൂറിനുള്ളിൽ ഇത് തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലൂടെ വടക്കുപടിഞ്ഞാർ ദിശയിൽ സഞ്ചരിച്ച് നാളെ രാത്രിയോടെ ശ്രീലങ്കൻ തീരം ഹമ്പൻടോട്ടക്കും കാൽമുനായ്ക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. തെക്കൻ കേരളത്തിന് സമീപം തെക്കുകിഴക്കൻ അറബിക്കടലിനു മുകളിൽ ഒരു ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ബംഗാൾ ഉൾക്കടൽ സിസ്റ്റത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നുമുതൽ വിവിധ ജില്ലകളിലായി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നേരിയ മഴയ്ക്കാണ് സാധ്യത. മറ്റന്നാളാണ് കൂടുതൽ മെച്ചപ്പെട്ട മഴ പ്രതീക്ഷിക്കുന്നത്. മറ്റന്നാൾ 11 ജില്ലയിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ബാക്കി ജില്ലകളിൽ ഇടത്തരം മഴ വരെ ലഭിച്ചേക്കാം. തുടർ ദിവസങ്ങളിലും ചില ജില്ലകളിൽ സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണം. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.